അന്ന് അടച്ചിടാൻ തീരുമാനിച്ച സ്കൂളുകളുടെ എണ്ണം 1, 10, 100 ആയിരുന്നില്ല. 1000-ൽ പരം സ്കൂളുകളാണ് അടച്ചിടാൻ തീരുമാനിച്ചത്. അതിനൊരു പേരുമിട്ടു, അനാദായകരം. അന്നത്തെ സ്കൂളുകളുടെ പരിതാപകരമായ അവസ്ഥ, ആ അവസ്ഥയിൽ അവിടെ പഠിക്കാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നില്ല. അവിടെ അയക്കാൻ നേരത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വന്ന അച്ഛനും അമ്മയും തയ്യാറാകുന്നില്ല മക്കളെ അവിടെ അയക്കാൻ. അങ്ങനെ സംഭവിച്ചതോ 5 ലക്ഷം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയി. 2016 കണക്ക്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ആ പ്രകടന പത്രികയിൽ ഒരു ഭാഗം പൊതുവിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചായിരുന്നു. ശക്തമായ നടപടികൾ ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിൽ ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ആ പ്രവർത്തനത്തിൽ നാടിനെ ആകെ ഉൾച്ചേർക്കാൻ സർക്കാർ തയ്യാറായി. നാടും നാട്ടുകാരും ഒന്നിച്ചണിനിരന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വലിയ മാറ്റമാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. വെറുതെ ഉണ്ടായ മാറ്റമല്ല, 5000 കോടി രൂപ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ചെലവഴിച്ചു. ആ മാറ്റം, സ്കൂളുകൾ നവീകരിക്കപ്പെട്ടു. അവിടെ ആവശ്യത്തിനുള്ള ലാബ് സൗകര്യങ്ങൾ വന്നു, ലൈബ്രറി സൗകര്യങ്ങൾ വന്നു. എല്ലാ തരത്തിലും ക്ലാസ് മുറികൾ നല്ല സ്മാർട്ടായി മാറി. സ്കൂളുകൾ ഹൈടെക്കായി മാറി. 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി വന്നു ചേരുന്ന അവസ്ഥയുണ്ടായി. ഇതാണ് മാറ്റം. ഇതാണ് ജനങ്ങൾ പറഞ്ഞ LDF വന്നാൽ എല്ലാം ശരിയാകും എന്ന ആ ചൊല്ലിൻ്റെ യാഥാർത്ഥ്യം.